സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. രുചിച്ചിടുവിൻ അവൻ നല്ലവനല്ലോ, ആസ്വദിക്കുവിൻ അവൻ ശ്രേഷ്ഠനല്ലോ. പുകഴ്ത്തിടുവിൻ അവൻ ഉന്നതനല്ലോ, കീർത്തിക്കുവിൻ അവൻ വല്ലഭനല്ലോ. രുചിച്ചിടുവിൻ അവൻ നല്ലവനല്ലോ, ആസ്വദിക്കുവിൻ അവൻ ശ്രേഷ്ഠനല്ലോ. പുകഴ്ത്തിടുവിൻ അവൻ ഉന്നതനല്ലോ, കീർത്തിക്കുവേൻ അവൻ വല്ലഭനല്ലോ. ഏകിടമാരാധന പാടിടാം സ്തുതികൾ, ഏകിടമാരാധന പാടിടാം സ്തുതികൾ. വണങ്ങിടാം അവൻ മുൻപിൽ, യേശുവെ പോലാരുമില്ല. വണങ്ങിടാം അവൻ മുൻപിൽ, യേശുവെ പോലാരുമില്ല. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. എല്ലാവർക്കും സ്നേഹവന്ദനം. സത്യം സത്യമായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. നാം കുറച്ചു കാലം മുമ്പ് കേരളക്കരയെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു വയനാട് ദുരന്തം എന്നുള്ളത്. നാം പത്രമാധ്യമങ്ങളിലൂടെയും ടി വിയിലൂടെയൊക്കെയും ധാരാളം കാണുകയും കണ്ട് നമ്മുടെ മനസ്സ് വേദനിക്കുകയും നൊമ്പരപ്പെടുകയും ഒക്കെ ചെയ്ത വളരെ ദാരുണമായിരിക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ടാവുകയുണ്ടായി. എത്രയോ വേദന ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് നാം അവിടെ കണ്ടത്. ഛിന്ന ഭിന്നമായി കിടക്കുന്ന ശരീരങ്ങൾ, തിരിച്ചറിയാൻ ആകാതെ പോയ ശരീരഭാഗങ്ങൾ, അതുപോലെ തന്നെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടവർ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ, അതുപോലെ തനിക്കുള്ളതൊക്കെയും നഷ്ടപ്പെട്ടവർ, തിരിച്ചറിയാൻ പറ്റാതെ എവിടെയാണ് താമസിച്ചത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം വികലമായി പോയിരിക്കുന്ന ഭൂപ്രദേശം, ഇതൊക്കെ നാം കാണുകയുണ്ടായി. എത്രയോ വലിയ ദുരന്തത്തെയാണ് കേരളം ആ സമയത്ത് അഭിമുഖീകരിച്ചത്. വയനാടിനോടൊപ്പം വയനാട് മാത്രമല്ല, കേരളവും മലയാളി മനസ്സുകൾ ഒന്നടങ്കം മനുഷ്യ മനസാക്ഷിയുള്ള എല്ലാവരും ദുഃഖത്തിലായിപ്പോയ ഒരു സമീപകാല സംഭവമായിരുന്നു വയനാട് ദുരന്തം എന്നതിൽ സംശയമില്ല. അതോടൊപ്പം അനേക ആളുകളുടെ സാക്ഷ്യങ്ങൾ നാം ആ സമയത്ത് കേട്ടു. പ്രിയപ്പെട്ടവർ എല്ലാവരും നഷ്ടപ്പെട്ട ആളുകൾ, മക്കളെ നഷ്ടപ്പെട്ടവർ, ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർ, അച്ഛൻ അമ്മമാരെ നഷ്ടപ്പെട്ടവർ, അനാഥരായി പോയവർ, അങ്ങനെ അനേകരുടെ
ചരിത്രവും നാം ആ സമയത്ത് കേൾക്കുകയുണ്ടായി. അതിൽ ഒരു പ്രത്യേക വ്യക്തി നമ്മളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. ശ്രുതി ജെൻസൺ. ഈ പ്രിയപ്പെട്ടവരെ അറിയാത്തവരായി കേരളത്തിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. ശ്രുതിയെ സംബന്ധിച്ച് വയനാട് ദുരന്തത്തിൽ തൻ്റെ 9 കുടുംബാംഗങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത്. അപ്പനും അമ്മയും സഹോദരനും ഉൾപ്പെടെ 9ഓളം ആളുകൾ നഷ്ടപ്പെട്ടു പോയി. ആ സമയത്ത് വളരെ പ്രയാസത്തിൽ ദുഃഖത്തിൽ ആഴ്ന്നുപോയ ശ്രുതിയെ അവളുടെ ദുഃഖത്തിൽ നിന്ന് കരപിടിച്ചു കൊണ്ടുവരുവാൻ അനാഥയായിപ്പോയ അവളെ കൈവിടാനായിട്ട് തനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച ജെൻസൺ എന്ന ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനെയും നാം ആ സമയത്ത് കാണുകയുണ്ടായി. ആരോരുമില്ലാത്ത അവൾക്ക് തുണയായി, ഉത്തമ തുണയായിട്ട് നിന്ന് അവിടെ തൻ്റെ ജീവിത സഖിയാക്കി തീർത്ത ജെൻസനും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ടവനായിട്ട് തീർന്നു. എന്നാൽ ശ്രുതിയെ സംബന്ധിച്ച് ഈ പ്രാദേശികമായിരിക്കുന്ന ദുരന്തം അവളുടെ കുടുംബത്തെ മൊത്തം ബാധിച്ചു എന്ന് ഇരിക്കലും ആ ദുരന്തത്തിൻ്റെ ആഘാതം അവിടെ അവസാനിക്കുകയല്ല. ആ ദുരന്തം അവളെ വിട്ട് പോയിട്ടില്ല എന്ന് പിന്നീട് മുമ്പോട്ടേക്ക് പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അവൾക്ക് ആകെ ഉണ്ടായിരുന്ന, തൻ്റെ കൂട്ടായിട്ട് തനിക്ക് ഉണ്ടായിരുന്ന തൻ്റെ പ്രിയതമനും ഒരു വാഹന അപകടത്തിൽ മരിച്ചുപോയി എന്നുള്ള വാർത്തയും നാം കണ്ടു. മലയാളികൾ വയനാട് ദുരന്തത്തെ ഓർത്ത് കരഞ്ഞതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യൻ്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുകയും വേദനപ്പെടുത്തുകയും അസ്വസ്ഥനാക്കുകയും ഒക്കെ ചെയ്ത ഏറ്റവും വലിയ സങ്കട വാർത്തയായിരുന്നു ജെൻസൻ്റെ മരണം. ശ്രുതി വീണ്ടും ആരുമില്ലാത്തവളായിട്ട് തീർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ ജീവിതം എത്രയോ ദുരന്തങ്ങൾ നിറഞ്ഞതാണ്. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അനർത്ഥങ്ങൾ നിറഞ്ഞ ഒരു ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. അത് ആഗോളപരമായോ കുടുംബപരമായോ വ്യക്തിപരമായോ ഒക്കെ ഓരോരോ സമയത്ത് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നതിൽ സംശയമില്ല. എന്നാൽ ബൈബിളിലേക്ക് ഇങ്ങനെ മറിച്ചു നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ മാനവരാശിയുടെ ചരിത്രത്തെ നാം പരിശോധിക്കുമ്പോൾ അവൻ്റെ ജീവിതം ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ജീവിതമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ മനുഷ്യൻ ആദ്യം അനുഭവിച്ച ദുരന്തം എന്ന് പറയുന്നത് അവൻ ദൈവ കൽപ്പനയെ ലംഘിച്ച് അവന് സ്വസ്ഥതയോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ദൈവത്തോട് കൂട്ടായ്മ ആചരിച്ച് വാഴുവാനായിട്ട് ആക്കിയ തോട്ടത്തിൽ നിന്ന് അവനെ പുറത്താക്കിയതായി അനുഭവപ്പെടുകയല്ല, അവനെ പുറത്താക്കപ്പെട്ടു. അതാണ് അവൻ അനുഭവിച്ച ഏറ്റവും ആദ്യത്തെ ദുരന്തം. തീർന്നില്ല, അവൻ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് അനുഭവിക്കാവുന്ന എല്ലാ യാതനകളും പിന്നീട് അവന് അനുഭവിക്കേണ്ടി വന്നു. ഭൂമി ശാപത്തിൻ്റെ കീഴിൽ ആയിട്ട് തീർന്നു. മനുഷ്യൻ ശാപത്തിൻ്റെ കീഴിലായി തീർന്നത് പോലെ തന്നെ ഭൂമിയും ശാപത്തിൻ്റെ കീഴിലായിട്ട് തീർന്നു. ഭൂമി അവൻ്റെ അധ്വാനത്തിനൊത്തവണ്ണം വിളവ് കൊടുക്കാതെയായി, മുള്ളും പറക്കാരെയും അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി മുളയ്ക്കുവാനായിട്ട് തുടങ്ങി. ഇങ്ങനെ മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളുടെ ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, മരണം അവൻ്റെ ജഡത്തിലേക്ക് പ്രവേശിച്ചു, വേദനകൾ ആരംഭിച്ചു, അസ്വസ്ഥതകൾ, വിയർപ്പ്, അധ്വാനം മുതലായ കഷ്ടപ്പാടിൻ്റെ ഒരു തുടർമാനമായിരിക്കുന്ന ശ്രേണി തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ ജീവിതം മനുഷ്യൻ്റെ ദൈവത്തോടുള്ള അനുസരണക്കേടിൻ്റെ ഫലമായി ദുരന്തങ്ങൾ നിറഞ്ഞതായിട്ട് തീർന്നു എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞിട്ടില്ല, മനുഷ്യൻ്റെ ദുരന്തം അവിടെ തീർന്നു പോകുന്ന ഒന്നല്ല. എന്നാൽ ഓരോ ദുരന്തത്തിൻ്റെ സമയത്തിലും അനർത്ഥ സമയത്തും ദൈവം അവനെ കൈപിടിച്ച് കയറ്റുന്നുണ്ട് എങ്കിൽ തന്നെയും ഭൂമി ശാപത്തിൻ്റെ കീഴിലായിരുന്നത് കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന ഓരോ അധർമ്മത്തിനും പാപത്തിനും എതിരെ ദൈവം ഭൂമിയെ ന്യായം വിധിക്കുമ്പോൾ മനുഷ്യനും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബൈബിളിലേക്ക് നാം തുടർമാനമായിട്ട് വായിച്ചു നോക്കുമ്പോൾ മനുഷ്യൻ അനുഭവിച്ച ആഗോളപരമായ മറ്റൊരു ദുരന്തം എന്ന് പറയുന്നത് നോഹയുടെ കാലത്തുണ്ടായ പ്രളയമാണ്. നോഹയുടെ കാലത്ത് പ്രളയമുണ്ടായി, മാനവരാശിയെ മുഴുവൻ മുടിച്ച് കളഞ്ഞു. എന്നാൽ അതിനു മുമ്പ് മനുഷ്യന് രക്ഷപ്പെടുവാനായിട്ട് അവസരങ്ങളുണ്ടായിരുന്നു, സാധ്യതകളുണ്ടായിരുന്നു. മഴ പെയ്യാത്ത ഒരു കാലഘട്ടത്തിൽ മഴ പെയ്യും എന്ന് നോഹ ജനത്തോട് പറഞ്ഞു. എന്നാൽ അത് കേൾക്കുവാനായിട്ട് മനുഷ്യന് മനസ്സില്ലായിരുന്നു. പറഞ്ഞ മനുഷ്യനെ
കളിയാക്കുകയാണ് അവർ ചെയ്തുകൊണ്ട് ഇരുന്നത്. കാരണം ഭൂമിയിൽ ആകാശത്തിൽ നിന്ന് വെള്ളം വീഴും എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ലായിരുന്നു. കാരണം മഴ എന്ന കാര്യത്തെക്കുറിച്ച് മനുഷ്യൻ കേട്ടിട്ടില്ലാത്ത കാലത്താണ് മഴ പെയ്യും, ഭൂമിയിൽ വെള്ളം നിറയും, ഭൂമിയിൽ വെള്ളം പൊങ്ങും, മനുഷ്യരെല്ലാവരും നശിച്ചു പോകും, അതുകൊണ്ട് നിങ്ങൾ ഈ പെട്ടകത്തിൽ കയറണം എന്ന സന്ദേശം നോഹ ജനത്തോട് പറഞ്ഞത്. അവർക്കത് വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പറഞ്ഞ ആളെ മണ്ടൻ എന്നോ അല്ലെങ്കിൽ വിവരദോഷി എന്നോ ഒരുപക്ഷെ മുദ്ര കുത്തിപ്പെടാനായിട്ടുള്ള സാധ്യതകൾ ആ സമയത്ത് ഉണ്ടായിരുന്നിരിക്കാം. എന്നിരുന്നാലും ആളുകൾ അത് വിശ്വസിച്ചില്ല എന്ന് ബൈബിളിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആഗോളപരമായി ഒരു ദുരന്തം മാനവരാശിയെ തകർത്ത് കളഞ്ഞു. 8 പേർ മാത്രമാണ് ആ ദുരന്തത്തിൽ ശേഷിച്ചത്. ബാക്കി ഉള്ള ആളുകളെ മുഴുവൻ, ജീവികളെ ഒക്കെയും അങ്ങനെ കൊന്നുകളഞ്ഞു. ഭൂമിയിൽ പെറ്റുപെരുകിക്കൊണ്ടിരുന്ന മൃഗങ്ങളുടെ വംശത്തെ നിലനിർത്താനായിട്ട് ദൈവം എടുത്തതിൽ നിന്നൊഴികെ ബാക്കിയൊക്കെയും നശിച്ചുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നാം മുമ്പോട്ടേക്ക് മനുഷ്യൻ്റെ ചരിത്രം എവിടെയും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെയുള്ള ഒരു ദുരന്തത്തെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. രോഗങ്ങൾ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ, സാമ്പത്തിക ക്ലേശം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ, അങ്ങനെ വിഭിന്നമായിരിക്കുന്ന ദുരന്തങ്ങളെ നേരിടുന്ന മനുഷ്യരാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് നമുക്കറിയാം. എന്നാൽ വാസ്തവമായിട്ടും ഈ ദുരന്തങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ കഷ്ടപ്പാടുകൾ അവസാനിച്ചുവോ എന്ന് നാം ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. യഥാർത്ഥ ദുരന്തം നമ്മെ വിട്ട് കഴിഞ്ഞു പോയോ, അതെയോ ഇനിയും വലിയ ഒരു ദുരന്തം നമുക്കായിട്ടുണ്ടോ എന്ന് നാം ഈ സമയത്ത് ചിന്തിക്കുന്നത് നല്ലതാണ്. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും ദുരന്തത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടില്ല എങ്കിലും അവർ കടന്നു പോകേണ്ടുന്ന ഒരു സമയം വരുന്നു. ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഭൂമിയിൽ പ്രളയം വന്നതല്ല, ഭൂമിയെ ആഗോളമായിട്ട് കോവിഡ് ബാധിച്ചത് അല്ല. ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ദൈവവുമായിട്ട് ബന്ധം നഷ്ടപ്പെട്ട് നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ ചെന്നെത്താൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നരകത്തിൻ്റെ തീയിൽ എന്നേക്കുമായി കടക്കുക, നിത്യയാതന അനുഭവിച്ചുകൊണ്ട് എന്നേക്കുമായിട്ട് വസിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ അനുഭവിക്കാനായിട്ട് പോകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് ദുരന്തം മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം പഠിച്ചു, ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് നഷ്ടപ്പെട്ടുവോ അന്ന് അവൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങളുടെ ആരംഭം ഉണ്ടായി വന്നു. എന്നാൽ ഈ ദുരന്തങ്ങളെ അവസാനിപ്പിക്കുവാനായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാക്കുക എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നൽകുന്ന നിർദ്ദേശം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ദൈവവുമായിട്ട് കൂട്ടുകൂടുവാൻ, ബന്ധം സ്ഥാപിക്കുവാനായിട്ട് എങ്ങനെ കഴിയും? മഹാപരിശുദ്ധനായിരിക്കുന്ന ദൈവത്തോട് പാപം വഹിക്കുന്ന, പാപത്തിൻ്റെ സ്വഭാവമുള്ള ഒരു മനുഷ്യർക്ക് എങ്ങനെ ബന്ധപ്പെടുവാനായിട്ട് സാധിക്കും? നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് അല്പസമയം ശ്രദ്ധിക്കാം. അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വ ലോകത്തിൻ്റെ പാപത്തിനും തന്നെ. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് നാം പാപം ചെയ്യരുത്. ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മയാണ് നാം ആഗ്രഹിക്കുന്നത് എങ്കിൽ നാം പാപം ചെയ്യരുത് എന്നുള്ളതാണ്. യോഹന്നാൻ അപ്പോസ്തലൻ 1-ാമത്തെ അധ്യായത്തിൽ എഴുതി, നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ട് എങ്കിൽ നാം ദൈവം പറയുന്ന നിലവാരത്തിൽ ജീവിക്കണം. ദൈവത്തിനകത്ത് ഇരുട്ട് ഒട്ടുമില്ല, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് ലവലേശം പോലും ഇല്ല എന്ന് പറയുന്നു. ആ ദൈവത്തോട് കൂട്ടുകൂടണമെങ്കിൽ, ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ആ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാൽ മനുഷ്യൻ ആ കാര്യത്തിൽ പരാജയപ്പെട്ടവനാണ്.
പാപം ചെയ്യാതെ ജീവിച്ച ഒരു വ്യക്തിയും, മുഴുവനായി നീതിമാനായിട്ട് ജീവിച്ച ഒരു വ്യക്തിയും നമ്മുടെ മുമ്പിൽ കാണിച്ചു തരാനായിട്ടില്ല, യേശുക്രിസ്തു ഒഴികെ. യേശുക്രിസ്തു മാത്രമാണ് പാപം ചെയ്യാത്തവനായി മനുഷ്യനെ പ്രതിനിധീകരിച്ച മനുഷ്യപുത്രൻ എന്ന് നമുക്ക് അറിയാം. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് വിശുദ്ധനായി ജീവിക്കുന്ന കാര്യത്തിൽ മനുഷ്യൻ പരാജയപ്പെട്ടു. അവൻ പാപി തന്നെയാണ്. ദൈവത്തിൻ്റെ വചനവും അത് തന്നെയാണ് പറയുന്നത്. എല്ലാ മനുഷ്യരും പാപികളാണ്, നീതിമാൻ ഒരുത്തൻ പോലും ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ അടിവരയിട്ട് പ്രസ്താവിക്കുന്ന വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില മനുഷ്യരോടൊക്കെ നാം ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു വളരെ ലാഘവത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ വലിയ പാപങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ദൈവത്തിന് എന്നെ തള്ളിക്കളയാൻ പാകത്തിനുള്ള പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് സാധാരണ ആളുകൾ പറയാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അപ്പോൾ പാപത്തെ പല നിലവാരങ്ങളിൽ അവർ കണക്കാക്കിയിരിക്കുന്നു, വിവിധ ഗ്രേഡുകളിൽ അവരതിനെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. സ്മോൾ, മീഡിയം, ലാർജ് എന്ന രീതിയിൽ നമ്മൾ ബനിയനൊക്കെ പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ പാപത്തെ കണക്കാക്കുന്നു. നുണ പറയുന്നതും അത്യാവശ്യം മറ്റുള്ള ആളുകളുടെ കുറ്റം പറയുന്നതൊക്കെ ചെറിയ പാപത്തിൻ്റെ ഗണത്തിലും കുഴപ്പമില്ലാത്ത പാപത്തിൻ്റെ ഗണത്തിലും, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തതും അവരെ സംരക്ഷിക്കാത്തതും അതുപോലെ കൊള്ള നടത്തുന്നതും വെട്ടിപ്പ് നടത്തുന്നതും ഒക്കെ അത് ഒരു മീഡിയം പാപമായിട്ടും, കൊല, വ്യഭിചാരം മുതലായ പാപങ്ങളെ ഒക്കെ കൂടിയ പാപം ആയിട്ടും ഒക്കെ മനുഷ്യരെ കാണാറുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഒന്നാമത്തെ ശ്രേണിയിൽപ്പെട്ട ആളുകൾ പറയുന്നത് അവർ കൊലപാതകം ചെയ്തിട്ടില്ല, വ്യഭിചാരം ചെയ്യാനായിട്ട് പോയിട്ടില്ല, മറ്റ് തട്ടിപ്പുകൾക്കൊന്നും പോയിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ പറയും, ഞാൻ വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും തെറ്റിപ്പോയി എന്നുള്ളതാണ്. അത് നമുക്കറിയാം. നമുക്ക് സമീപകാലത്ത് നാം നേരിട്ട മറ്റൊരു ദുരന്തമാണല്ലോ കോവിഡ് എന്ന് പറയുന്നത്. ആ കോവിഡ് വരാതിരിക്കാനായിട്ട് നാം അനേക പ്രിക്കോഷൻസ് എടുത്തിരുന്നു. മാസ്കുകൾ വെച്ച് നടന്നിരുന്നു. നമ്മളുടെ കൈ എപ്പോഴും സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് എപ്പോഴും ശുദ്ധീകരിച്ചിരുന്നു. അതുപോലെ തന്നെ നാം അകലം പാലിച്ചിരുന്നു. ക്വാറന്റൈൻ ഇരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ക്വാറന്റൈൻ ഇരുന്നിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുത്തിരുന്നു. ഇതെല്ലാ പ്രിക്കോഷൻസും എടുത്തിരിക്കലും ഇതിലേതെങ്കിലും ഓരെണ്ണത്തിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ കോവിഡ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കണം എന്ന് ഡോക്ടേഴ്സ് നമുക്ക് പല ആവർത്തികൾ മുന്നറിയിപ്പ് തന്നു. അതുപോലെ തന്നെയാണ് പാപം എന്ന് പറയുന്നത്. ഒന്നിൽ തെറ്റിയാൽ നാം ശിക്ഷയ്ക്ക് യോഗ്യരാണ്. ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നാം ശിക്ഷയ്ക്ക് യോഗ്യരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശിക്ഷയിൽ നിന്ന് നമ്മെ വിടുവിക്കാനായിട്ട് കഴിയുന്നത് ആർക്കാണ്? കർത്താവ് യേശുക്രിസ്തുവിനാണ് എന്നാണ് പറയുന്നത്. നാം ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്പോൾ വായിച്ചു കേട്ടല്ലോ, അവൻ നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം ആകുന്നു, നമ്മുടേതിന് മാത്രമല്ല സകല ലോകത്തിൻ്റെയും തന്നെ എന്ന് നാം വായിക്കുന്നു. എന്താണ് പ്രായശ്ചിത്തം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തൃപ്തികരമായിരിക്കുന്ന വില കൊടുക്കുക എന്നതാണ് പ്രായശ്ചിത്തം എന്ന വാക്കിൻ്റെ അർത്ഥം. നാം ചെയ്യുന്ന ഓരോ പാപവും ദൈവത്തിന് എതിരാണ്. ദൈവത്തിനെതിരെയാണ് നാം പാപം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന പാപത്തിന് വില കൊടുക്കേണ്ടത്, കണക്ക് കൊടുക്കേണ്ടത് നാം ദൈവത്തോടാണ്. ദൈവത്തിന് തൃപ്തികരമായിരിക്കുന്ന വില കൊടുക്കാനായിട്ട് കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമേ നമ്മെ സംബന്ധിച്ച് മാർഗമുള്ളൂ. അവൻ്റെ നീതി നമ്മുടെ മേൽ കണക്കിട്ടുകൊണ്ട് നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു, നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നാം നീതിമാന്മാരായി ജീവിച്ചത് കൊണ്ടല്ല, നാം കൊടുക്കേണ്ടിരുന്ന വില കർത്താവായ യേശുക്രിസ്തു കൊടുത്തു തീർത്താണ് നമ്മെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചത്. മനുഷ്യർക്കും ദൈവത്തിനും മധ്യേയുള്ള ഏക മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തുവാണ്. കൽപ്പനകളെ കാക്കുവാൻ കഴിയാതെ കഷ്ടത്തിലായി പോയവർക്ക് കരുണയുടെ കരം നീട്ടിയ കർമ്മനിരതനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു കർമ്മനിരതനായി കാര്യസ്ഥനായി പ്രവർത്തിച്ച് കഷ്ടത്തിലായിപ്പോയ മനുഷ്യർക്ക് അവൻ രക്ഷയൊരുക്കി. കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷാമാർഗത്തെക്കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് ഇല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞങ്ങൾ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, ഏറ്റവും വലിയ ദുരന്തം
എന്ന് പറയുന്നത് നാം അനുഭവിക്കേണ്ടുന്ന നരക യാതനയാണ്. ആ ദുരന്തത്തിലേക്ക് ആരും ചെന്ന് പെടരുത് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് പിതാവായിരിക്കുന്ന ദൈവം കർത്താവ് യേശു ക്രിസ്തുവിനെ മനുഷ്യരുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാനായിട്ട് ഭൂമിയിലേക്ക് അയച്ചത്. ഈ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും ദൗത്യം എന്നുള്ളത്. കർത്താവ് യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചു എന്നും എൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീർന്നു എന്നും ഞാൻ കൊടുക്കാനായിട്ടുള്ള പാപത്തിൻ്റെ കടം കൊടുത്തു തീർത്തു എന്നും നാം വാസ്തവമായി വിശ്വസിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പിതാവായിരിക്കുന്ന ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നരകശിക്ഷയ്ക്ക് യോഗ്യരായിരിക്കുന്ന നമ്മെ നരകത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവത്തോടുള്ള ബന്ധം സുദൃഢമാക്കി ദൈവത്തോട് കൂട്ടായ്മ ആചരിച്ച് ദൈവം ഇരിക്കുന്നിടത്ത് ഇരിക്കുവാനായിട്ടുള്ള അവസരം നമുക്ക് തരികയാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ വലിയ ഭാഗ്യമാണ് വിശ്വാസത്താൽ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കർമ്മമാർഗത്തിലോ നാം എന്തെങ്കിലും ചെയ്തോ വിജയിച്ചെടുക്കുവാനായിട്ടോ വില കൊടുക്കുവാനോ കഴിയാത്ത ഒരു മാർഗത്തെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ ബലിമരണത്തിലൂടെ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയ സ്നേഹിതരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വരുവാനായിട്ട് പോകുന്ന വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളതാണ് നിങ്ങളോട് സ്നേഹബുദ്ധിയിൽ ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് കോവിഡ് വന്നതല്ല, പ്രളയം വന്നതല്ല, വയനാട് ദുരന്തമല്ല, ഈ ഭൂമിയിൽ ആഞ്ഞടിക്കുന്ന കാറ്റുകളല്ല, നരക യാതനയാണ് ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളത്. ആ ദുരന്തത്തിൽ ആരും പെട്ടുപോകാൻ ഇടയാവരുത്. പെട്ടുപോകേണ്ട ആവശ്യം നമുക്കില്ല. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് പകരക്കാരനായി മരിച്ചു. ആ വേദനകൾ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പകരക്കാരനായി നിന്ന് ദുരന്തം അനുഭവിച്ചവനാണ്. ആ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മശിഹായേ നീ അഭിഷിക്തനല്ലോ, ക്രിസ്തുവേ നീ രക്ഷകനല്ലോ, രാജാവേ നീ സർവാധികാരിയല്ലോ, പ്രഭാത താരമേ നീ തേജസ്സുള്ളവൻ. മശിഹായേ നീ അഭിഷിക്തനല്ലോ, ക്രിസ്തുവേ നീ രക്ഷകനല്ലോ, രാജാവേ നീ സർവാധികാരിയല്ലോ, പ്രഭാത താരമേ നീ തേജസ്സുള്ളവൻ. ഏകിടമാരാധന പാടിടാം സ്തുതികൾ, ഏകിടമാരാധന പാടിടാം സ്തുതികൾ, വണങ്ങിടാം അവൻ മുൻപിൽ, യേശുവെ പോലാരുമില്ല, വണങ്ങിടാം അവൻ മുൻപിൽ, യേശുവെ പോലാരുമില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓരോരോ മനുഷ്യരും ഓരോരോ ദുരന്തങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ രോഗമായിരിക്കാം, കടബാധിതയായിരിക്കാം, അതുപോലെ സാമ്പത്തികമായിരിക്കുന്ന പ്രശ്നങ്ങളിലൂടെ, കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ബന്ധങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അങ്ങനെ ഒട്ടനവധിയായിരിക്കുന്ന പ്രശ്നങ്ങളിലൂടെയും ദുരന്തങ്ങളിലൂടെയുമാണ് ഓരോ മനുഷ്യനും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചിലരെങ്കിലും തമാശയ്ക്ക് പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എൻ്റെ ഭാര്യയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. ഭാര്യയല്ല യഥാർത്ഥ ദുരന്തം, രോഗമല്ല യഥാർത്ഥ ദുരന്തം, അതുപോലെ കടബാധിതയോ മറ്റ് പ്രശ്നങ്ങളോ അല്ല യഥാർത്ഥ ദുരന്തം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ദുരന്തം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യം, മനുഷ്യൻ്റെ പാപമാണ് അവനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ആ പാപത്തിൽ നിന്ന് മനുഷ്യന്
കരകയറുവാനായിട്ട് കഴിയുകയില്ല. കരകയറുവാൻ കഴിയാത്ത വണ്ണം അത്രമേൽ അതിൽ അകപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ പാപത്തിൻ്റെ ശമ്പളമായിരിക്കുന്ന നിത്യമായിരിക്കുന്ന മരണത്തിൽ നിന്ന് നമ്മെ നിത്യജീവങ്കിലേക്ക് കൊണ്ടുപോകുവാൻ, നിത്യജീവങ്കിൽ എത്തിക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പുതുവഴി തുറന്നിരിക്കുന്നു. എന്താണ് ആ പുതുവഴി എന്ന് പറയുന്നത്? നാം തിരുവഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നില്ല. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരമാണ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ചെല്ലുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുക. എന്താണ് വിശ്വസിക്കേണ്ടത്? കർത്താവെ, അവിടുന്ന് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തിനു വേണ്ടിയാണ്. ഞാൻ മരിക്കേണ്ട സ്ഥാനത്താണ് കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചത് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവനെ പ്രാപിക്കുവാൻ, നിത്യമായിരിക്കുന്ന രക്ഷയെ സായുക്തമാക്കുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവെ, അവിടെ ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ താഴ്ത്തി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാൽവരിയിലെ ക്രൂശിൽ അവിടുന്ന് മരിക്കുകയുണ്ടായി. കർത്താവെ, ആ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ, ആ രക്തത്തിൽ, ആ രക്തമാണ് ഞങ്ങളെ വീണ്ടെടുത്തത്. ആ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ മകനായിട്ട് തീരുവാൻ, മകളായിട്ട് തീരുവാൻ അവിടുന്ന് ഞങ്ങളെ ഏവരെയും സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ അനവധിയായിട്ടുള്ള കുറവുകളുണ്ട്, പരാജയങ്ങളുണ്ട്, അതുപോലെ ദുരന്തങ്ങൾ, അതുപോലെ തന്നെ തകർച്ചകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവിടുന്ന് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ആ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഏവരെയും സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതോർത്ത് സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും വീണ്ടും കേൾക്കുന്നതിനായി ഞങ്ങളുടെ സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യസത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ.